ഹലോ ഫ്രണ്ട്സ്, ഞാൻ രശ്മി. ഞാൻ രാജ്. ഇന്ന് എന്താ നമ്മുടെ തോട്ട്? ഇന്നത്തെ നമ്മുടെ തോട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ത്യ മഹാരാജ്യത്ത് ഒരുപാട് ഡെവലപ്മെൻറ്റ്സ് ഉണ്ടാകുന്നുണ്ട് അല്ലേ. എസ്പെഷ്യലി ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ്സ് കണ്ടമാനം ഉണ്ടാകുന്നുണ്ട്. നമ്മുടെ നല്ല നല്ല റോഡ്സ് ഉണ്ടാകുന്നുണ്ട്, റെയിൽവേ നെറ്റ്വർക്ക് ഡെവലപ്പ് ചെയ്യുന്നുണ്ട്, വാട്ടർ നെറ്റ്വർക്ക്സ്, അത് കണക്ക് തന്നെ എയർ ബോണുള്ള ട്രാഫിക്, അതിൻ്റെ നെറ്റ്വർക്ക് ഡെവലപ്മെൻറ്റ്സ് ഉണ്ടാകുന്നുണ്ട്. പക്ഷെ ഇന്ന് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പോകുന്ന ലാൻഡ് നെറ്റ്വർക്കിനെ കുറിച്ചിട്ടാണ്. ബേസിക്കലി റോഡ്സും റെയിൽ നെറ്റ്വർക്ക്സിനെയും ഉള്ള ഡെവലപ്മെൻറ്റിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഇന്ന് ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ തോട്ടം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത്രത്തോളം ഡെവലപ്മെൻറ്റ്സ് വരുന്നുണ്ട്, എന്നാൽ നമ്മൾ ജനങ്ങൾ, കോടിക്കണക്കിന് വരുന്ന ഞാനും നിങ്ങളടങ്ങുന്ന കോടിക്കണക്കിന് ജനങ്ങൾ ഈ ഒരു ഡെവലപ്മെൻറ്റ്സ് ഉൾക്കൊള്ളാൻ റെഡിയാണോ അല്ലയോ എന്നുള്ളതാണ് അതാണ് നമ്മുടെ ഇന്നത്തെ തോട്ട്. സോ ഇന്ത്യ ഇത്രയും ഡെവലപ്പ് ചെയ്യുന്നുണ്ട്, പക്ഷേ ആർ വി ഏബിൾ ടു യൂട്ടിലൈസ് ഓൾ ദീസ് ഡെവലപ്മെന്റ്സ് കറക്റ്റ്ലി? നമ്മൾ കറക്റ്റ് ആയിട്ട് അത് യൂട്ടിലൈസ് ചെയ്യുന്നുണ്ടോ? അതെ, നമ്മൾ നേരത്തെ പറഞ്ഞ കണക്കാണ്, ഇന്ത്യ മഹാരാജ്യം കുതിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു 5 ട്രില്യൺ എക്കോണമിയിലേക്ക് നമ്മൾ കുതിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന് എന്തൊക്കെ വേണോ, ഏറ്റവും ആദ്യം വേണ്ടിയതാണ് നല്ലൊരു ഇൻഫ്രാസ്ട്രക്ചറാണ്. അത് നമ്മുടെ സ്റ്റേറ്റ് ഗവൺമെൻറ് ആയാലും സെൻട്രൽ ഗവൺമെൻറ് ആണെങ്കിലും അതിലേക്ക് കണ്ടാവാൻ ഇൻവെസ്റ്റ്മെൻറ്റ്സ് നടത്തുന്നുണ്ട്. അടിപൊളി റോഡുകൾ, നല്ല എന്താ പറയുക, 6 ലെയിൻസും 4 ലെയിൻസും ഉള്ള റോഡുകൾ വരുന്നുണ്ട്. അതിൽ എന്താ പറയുക, റെയിൽ നെറ്റ്വർക്ക് ആണെങ്കിൽ തന്നെ നല്ല നല്ല ട്രെയിൻസ് വരുന്നു. വന്ദേ ഭാരത് കൊണ്ടുള്ള ഫാസ്റ്റ് ട്രെയിൻസ് വരുന്നു, ബുള്ളറ്റ് ട്രെയിൻസ്. അതെ, ബുള്ളറ്റ് ട്രെയിൻസ് വരാൻ പോകുന്നുണ്ട്. ഇതിൻ്റെയൊക്കെ ഉദ്ദേശം എന്താ? ഈസ് ഓഫ് ബിസിനസ് അല്ലേ. ഈസ് ഓഫ് ബിസിനസ് വെച്ചാൽ, ബിസിനസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഏറ്റവും വലിയ ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ എന്താ? ടൈം. അപ്പോൾ ടൈം സേവ് ചെയ്യുക, എഫക്റ്റീവ്ലി പ്രൊഡക്റ്റീവ്ലി ടൈം സ്പെൻഡ് ചെയ്യുക എന്നുള്ളതാണ് ഏത് ബിസിനസിൻ്റെയും കോർ അല്ലേ. സേവ് ടൈം ആൻഡ് ഇൻക്രീസ് പ്രൊഡക്ടിവിറ്റി. അപ്പോൾ നമ്മൾ ഈസ് ഓഫ് ട്രാവൽ, അല്ലെങ്കിൽ നമ്മൾ ടൈം സേവ് ചെയ്തിട്ട് എസ്പെഷ്യലി ഗുഡ്സ് ആൻഡ് സർവീസസ് പെട്ടെന്ന് ഡെലിവറി, അങ്ങനെയുള്ള കുറേ ഫാക്ടേഴ്സ് വെച്ചിട്ടാണ് നമ്മൾ ഇങ്ങനെ നല്ല നല്ല റോഡ്സ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഏതൊരു എക്കോണമി അല്ലെങ്കിൽ നമ്മൾ ഡെവലപ്ഡ് എക്കോണമി എന്ന് പറയുന്നത് അവിടുത്തെ രാജ്യത്തെ നല്ല ഇൻഫ്രാസ്ട്രക്ചറാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ചൈന നമുക്ക് എടുക്കാം. നമ്മുടെ ഏറ്റവും വലിയ കോമ്പറ്റീഷനായിട്ട് നമ്മൾ പറയപ്പെടും ചൈനയാണല്ലോ. അപ്പോൾ ചൈനയെ നമ്മൾ ശ്രദ്ധിക്കുന്നത് ആദ്യം പറഞ്ഞതെന്ന് വെച്ചാൽ അവിടുത്തെ റോഡ്സ്, അവിടുത്തെ റെയിൽ നെറ്റ്വർക്ക്സ്, ബുള്ളറ്റ് ട്രെയിൻസ്. അതേപോലെ ചൈന എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം നമ്മുടെ മനസ്സിൽ വരുന്ന, അല്ലെങ്കിൽ നമ്മൾ പ്രൊജക്റ്റ് ചെയ്യുന്ന കാര്യങ്ങൾ. അപ്പോൾ അത് കണക്ക് നമ്മുടെ രാജ്യം ഒരു കറക്റ്റ് ഡയറക്ഷനിലാണ്, നല്ല റോഡ്സ് ഉണ്ടാക്കുന്നുണ്ട്. പക്ഷേ ഇതിനൊരു ചെറിയൊരു പ്രശ്നം എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ആൾക്കാർ അത് ഉപയോഗിക്കാൻ എക്യുപ്ഡ് ആവുന്നില്ല എന്നുള്ളതാണ്. മനസ്സിലായില്ലേ? ആബ്സല്യൂട്ട്ലി. ബിക്കോസ് അവർക്ക് എങ്ങനെ നമ്മൾ 6 ലൈൻ ട്രാഫിക് ഒരു റോഡ്സ് ഒക്കെ വരുമ്പം അതിൽ ഏത് ലൈനിൽ കൂടെ ഡ്രൈവ് ചെയ്യണം, അതിൽ നമ്മൾ കാണിക്കേണ്ട കുറേ ഡിസിപ്ലിൻ ഉണ്ട്. അതെങ്ങനെയാണ്, അല്ല നല്ല നല്ല ട്രെയിൻസ് വരുന്നുണ്ട്, അതെങ്ങനെ വൃത്തിയാക്കി സൂക്ഷിക്കണം. മനസ്സിലായില്ലേ? ട്രെയിൻസിന്റെ വാഷ്റൂംസ്, ബീങ് എ വുമൺ, ഐ ഷുഡ് സേ സം ഓഫ് ദം ആർ ലൈക്ക് പത്തറ്റിക്. ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ. വാഷ്റൂംസ് പിന്നെ നമ്മൾ വെച്ചാൽ നമ്മുടെ നാട്ടുകാർ തന്നെ അത് എന്തുമാത്രം നശിപ്പിക്കുന്നുണ്ടെന്നറിയാം. ഇന്നാണ് ഞാനൊരു വന്ദേ ഭാരത് ട്രാവൽ ചെയ്തപ്പോൾ, അത് പുതിയ ട്രെയിനാണ്, അതിൻ്റെ അത് എന്തൊക്കെയാണ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അതിൻ്റെ വാഷ്റൂം ഒക്കെ തുടങ്ങുമ്പോൾ അവരെല്ലാം നീറ്റാക്കി വെക്കുന്നുണ്ട്. കുറച്ചങ്ങോട്ട് പോയി കഴിയുമ്പോൾ നമ്മുടെ ആൾക്കാർ ഒരു ബേസിക് ഒരു ഇത് വേണ്ടേ, ഒരു മാനേഴ്സ് വേണ്ടേ, യൂസ് ചെയ്ത് വാഷ്റൂം യൂസ് ചെയ്ത്. വന്ദേ ഭാരത് പിന്നെ കുറച്ചെങ്കിലും ബെറ്റർ. മറ്റുള്ള ട്രെയിൻസിൻ്റെ കാര്യം വളരെ പരിതാപകരമാണ്. ഇങ്ങനെയല്ല. ഇതിനൊക്കെ എന്ന് വെച്ചാൽ നമ്മുടെ നാട്ടുകാർ, നമ്മുടെ ആൾക്കാർ ഇതിനെപ്പറ്റിയിട്ട് ബോധവാന്മാരാവണം. ഗവൺമെൻറ്റുകൾ ഇങ്ങനെയുള്ള കാശ് മുടക്കി, എൻ്റെയും നിങ്ങളുടെയും കാശ് വേണം. നമ്മുടെ കാശ് വെച്ചിട്ടാണ് അവർ, അല്ല ഗവൺമെൻറ്റിന് വേറെ ഒന്നും പൈസ കിട്ടാനില്ല. നമ്മുടെ ടാക്സ് പൈസ വെച്ചിട്ടാണ് അവർ ഇതൊക്കെ ഉണ്ടാക്കുന്നത്. അതൊക്കെ നമ്മളായിട്ട് നശിപ്പിച്ച് കളഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ, അത് യൂസ് ചെയ്യാൻ അറിഞ്ഞൂടെന്ന് വെച്ച് കഴിഞ്ഞാൽ കഷ്ടമാണ്. ഓക്കെ, തിരിച്ച് ബാക്ക് ടു റോഡിനെ പറ്റി പറയാം. നല്ല നല്ല റോഡ്സ് വരുന്നുണ്ട്, നമ്മുടെ ആൾക്കാർക്ക് എവിടെയൊക്കെ ഡ്രൈവ് ചെയ്യേണ്ടതെന്ന് അറിഞ്ഞൂടാ. ഇപ്പോൾ നമ്മൾ ട്രക്സിനൊക്കെ ഒരുപാട് കുറ്റം പറയും, നമ്മൾ ഫാസ്റ്റ് ലൈനിൽ കൂടെ പോകുന്നു. ശരിയാണ്, പല ട്രക്ക് ഡ്രൈവർമാർക്കും അറിഞ്ഞുകൂടാ എവിടെ കൂടെ ട്രാവൽ ചെയ്യണമെന്നുള്ളത്. പക്ഷേ അതിന് വേറൊരു പോയിന്റ് ഉണ്ട്. ഈ ട്രക്ക് ഡ്രൈവേഴ്സിന് അവരുടെ ട്രക്ക് ലൈൻ ഉണ്ടല്ലോ, അതിൽ കൂടെ പോകാൻ പറ്റത്തില്ല. വലിയ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ എന്താ പറയുക, പശു, പട്ടി, പൂച്ച മാടെല്ലാം റോഡിൽ ചാടും. അതൊരു കാര്യം. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ആൾക്കാർ, ബൈക്കുകാർ എങ്ങനെ വണ്ടി എടുത്തോടെ എവിടെ കൂടെ കൊണ്ടുവരും ദൈവം തമ്പുരാൻ മാത്രമേ അറിയത്തുള്ളൂ. അതെന്താ അറിയോ, ഒരു ദർ ഇസ് ദിസ് തിങ് ദാറ്റ് 2 വീലർ ആണെങ്കിൽ എവിടെ കൂടെങ്കിലും വേണമെങ്കിൽ എടുത്തോണ്ട് പോവാന്ന്. അപ്പൊ ഈ റോഡ് റൂൾസ് ഒന്നും ബാധകമല്ലാത്ത പോലെയാണ്. 2 വീലർ മാത്രമല്ല, വലിയ വലിയ ട്രക്സ് ഈ ഫാസ്റ്റ് ലൈൻ തിരിച്ച് ഇങ്ങോട്ട് നമ്മുടെ ഫേസ്. അപ്പൊ നമുക്ക് ഡൗട്ട് വരും, നമ്മളാണ് റോഡ് തെറ്റിച്ചത്, നമ്മളാണ് തെറ്റിയ ലൈനിൽ കൂടെ പോകുന്നത്. ഇത്ര എന്താ പറയാ, അൺറൂളി ആയിട്ടുള്ളൊരു ട്രാഫിക്കാണ് നമ്മുടെ ഇതിലുള്ളത്. അത് റോഡ് ഡിസിപ്ലിൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കറക്റ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ ആദ്യം തൊട്ട് നമ്മൾ പഠിപ്പിച്ചു തുടങ്ങണം. മനസ്സിലായില്ലേ? ഇത് എങ്ങനെയാണ് ചെയ്യേണ്ടത്. സ്ട്രിക്റ്റ് ഇംപ്ലിമെന്റേഷൻ. നമ്മൾ എന്താ പറയുക, നമ്മൾ ഇതിപ്പോൾ ഇംപ്ലിമെന്റേഷൻ ഒരു കാര്യം പറയുന്നത് ഞാൻ പറയാം, നമ്മളെല്ലാം ഉണ്ടാക്കി വെക്കും, പക്ഷേ അതിനൊരു മെയിൻ്റെനൻസ് ഉണ്ടോ?
ഇപ്പൊ ഈ വലിയ വലിയ റോഡ്സ് ഉണ്ടാക്കുന്നത് അതിന് ഇഷ്ടംപോലെ നല്ല വാഷ്റൂംസ് ഉണ്ട്, ട്രക്ക് ലേബൈസ് ഉണ്ട്, ഒരെണ്ണം പോലും ഉപയോഗിക്കാൻ പറ്റുന്ന വാഷ്റൂംസ് ഇല്ല. എല്ലാം നമ്മൾ ഇന്നാള് കണ്ടില്ലേ, ഒരു വൺ ഓഫ് ദ യൂട്യൂബ് ചാനൽസിൽ കണ്ടതാണ്. നമ്മൾ പേഴ്സണലി ഞാൻ കണ്ടിട്ടില്ല, പക്ഷെ അവര് അനുഭവിച്ചതാണ് പറയുന്നത്. എല്ലായിടത്തും റോഡിലൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, പക്ഷെ ഒന്നും യൂസബിൾ അല്ല. വലിയ വലിയ ബോർഡ്സ് ഒക്കെ വെച്ചിട്ട് അവർ യൂസ് ചെയ്തിട്ട് നമ്മളെ വലിയ പ്രതീക്ഷയോടെ ആയിരിക്കും അവർ ചെല്ലുന്നത്. എസ്പെഷ്യലി ഒരു വിമൻ ട്രാവലർ ഉണ്ടെങ്കിൽ അവർക്ക് ഓക്കെ നമുക്ക് ആണുങ്ങൾക്ക് ഇപ്പൊ എന്തെങ്കിലുമൊക്കെ ചെയ്യാന്ന് വിചാരിക്കും. പക്ഷെ മറ്റവർ എന്ത് ചെയ്യും? ഒരു പ്രോപ്പറായിട്ട് ലേബർ ഇല്ല, നല്ല ഹോട്ടൽസ് ഇല്ല, ഇതൊക്കെ എല്ലാം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പക്ഷെ ഇതൊന്നും ഉപയോഗശൂന്യമാണ്. മനസ്സിലായില്ല, ഇതൊന്നും ആരും മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ഇത്ര വൃത്തികേടാക്കി വെച്ചിരിക്കുന്നത് ഇങ്ങനാണോ? അതുകൊണ്ട് അതിന് കുറച്ച് ആൾക്കാരെ വെച്ചാണ്ടല്ലോ, എന്ത് ആ വെക്കണ ആൾക്കാർക്ക് ഒരു എംപ്ലോയ്മെന്റും ആവും. അത് നമ്മൾ പൈസ തരാൻ റെഡിയാണ്, ആൾ ഫ്രീ ആയിട്ട് വേണ്ട. നമ്മൾ ഇത്രത്തോളം ടോൾസ് കൊടുത്തിട്ടാണ് ഇതിൽ കൂടെ ഒക്കെ ട്രാവൽ ചെയ്യുന്നത്. പിന്നെ ബാത്റൂമിന് ഇങ്ങനെ പ്രാഥമികമായ ആവശ്യങ്ങൾക്ക് കുറച്ച് പൈസ നമ്മൾ കൊടുക്കൂലേ? എല്ലാവരും കൊടുക്കും. പക്ഷെ ഇത് നമ്മളിതൊക്കെ ഉണ്ടാക്കി വെക്കുന്നുണ്ട്, നമുക്കിത് മെയിൻറ്റെയിൻ ചെയ്യാൻ അറിഞ്ഞൂടാ. അതിപ്പോ നമുക്ക് പണ്ടോട്ടേ ഉള്ള നമ്മൾ നല്ല ഗാർഡൻസ് ഒക്കെ ഉണ്ടാക്കി വെക്കും. ഇത് ആദ്യം വന്ന് മന്ത്രി MLA വന്ന് എല്ലാം ഉൾക്കടിച്ച് എല്ലാവരും കൈയൊക്കെ അടിച്ച് പോകും. അത് കഴിയുമ്പോഴത്തേക്ക് എന്താ, അതൊക്കെ കുറച്ചൊരു കാട് കയറി അത് പോകും. നമ്മുടെ കേരളത്തിനെ പറ്റി കുറെ ക്യാമറകൾ ഉണ്ടാക്കി വെച്ചു, കുറെ പൈസ അങ്ങനെ പോയി. ഏതെങ്കിലും ക്യാമറ വർക്ക് ചെയ്യുന്നുണ്ടോ? ഇത് കേരളത്തിലെ മാത്രം കുഴപ്പമല്ല, ഇന്ത്യയിലെ പലയിടത്തുള്ള കുഴപ്പങ്ങളാണ്. ഈ റോഡ്സ് ഉണ്ടാക്കുന്നു പലയിടത്തും. അതെ, കുറെ റോഡ്സ് നന്നായിട്ട് ഉണ്ടാക്കിയിരിക്കുന്നുണ്ട്, പക്ഷെ പലയിടത്തും മെയിൻ്റനൻസ് ഇല്ല. കുഴികളായിട്ടുണ്ട്. ഈ കുഴികൾ കിടന്ന് അത് വലിയ ഗർദമായി മാറി, വണ്ടികളൊക്കെ അതിൻ്റെ അത് വീണ് പകുതി ഡാമേജ്, ആക്സിഡൻസ്. പിന്നെ വലിയൊരു പ്രശ്നം ഞാൻ പറയട്ടെ, നിങ്ങൾക്ക് വേറെ ഒന്നുമല്ല, പശുക്കൾ വലിയൊരു പ്രശ്നമാണ്. റോഡിന്റെ നടുക്ക് അതുങ്ങൾ കയറി കിടക്കും. അത് ഈ ഫാസ്റ്റ് ലൈനിൽ കൂടെ വരുന്ന വണ്ടികൾ എങ്ങനെ അറിയുന്ന പറയുന്നത്? നമുക്കേ ഉള്ളൂ അതിനുള്ള വകതിരിവ്. സോ അതിനെ മേയ്ക്കണ ആൾക്കാർ വേണം. ഇതൊക്കെ അതായത് സ്റ്റേറ്റ് ഗവൺമെന്റ്സ് നോക്കേണ്ട കാര്യങ്ങളാണ്, അല്ലെങ്കിൽ നാഷണൽ ഹൈവേ അതോറിറ്റി. അവരും അവരുടെ പണി ചെയ്യുന്നുണ്ടോ എന്ന് എനിക്ക് വലിയ ഡൗട്ട്ഫുൾ ആണ്. പക്ഷെ നമ്മുടെ ആൾക്കാരെ ബോധവൽക്കരിച്ച് അങ്ങനെയല്ല, റോഡ്സിലല്ല പശുക്കൾ പോകേണ്ടത്, പട്ടി പൂച്ചൊന്നും വരേണ്ട സ്ഥലമല്ല റോഡ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈസ് ഓഫ് ട്രാവൽ. മനസ്സിലായി? നമ്മൾ ഇന്ത്യയെ പറ്റി നമ്മൾ കാണുമ്പോൾ ആൾക്കാർ പ്രൊജക്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ വേറൊരു ഫോറിനർ വന്നു കഴിഞ്ഞാൽ ആദ്യം കാണുന്നത് എന്താ? നല്ല റോഡ്സ്, നല്ല ഇൻഫ്രാസ്ട്രക്ചർ. അതിലാണ് അവരൊരു ഇംപ്രസ്ഡ് ആവുന്നത്. മനസ്സിലായില്ലേ? അവിടെ തന്നെ നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങളെ കാണിച്ചു കൂട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ എത്ര 5 ട്രില്യൺ 10 ട്രില്യൺ എക്കോണമിയിലേക്ക് പോകുമെന്ന് പറഞ്ഞു കഴിഞ്ഞാലും നമ്മുടെ GDP ഗ്രോത്ത് ആയിരിക്കും ഇങ്ങനെ മുകളിലേക്ക് ആരോ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. പക്ഷേ എൻഡ് ഓഫ് ദി ഡേ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അവിടെയൊക്കെ തന്നെ ആയിരിക്കും അപ്പോഴും. നമ്മൾ ആ വിദേശികൾ കാണുന്നത് നമ്മൾ അപ്പോഴും ഒരു തേർഡ് ക്ലാസ് സിറ്റിസൺ ആയിട്ട് മാത്രമേ നമ്മളെ തേർഡ് വേൾഡ് കൺട്രി ആയിട്ട് നമ്മളെ കാണുള്ളൂ. വേറൊരു പ്രോബ്ലം നമ്മുടെ കൺട്രിയിൽ എന്താന്ന് വെച്ചാല് യൂണിറ്റി ഇല്ലായ്മ. യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി എന്നൊക്കെ പറയും, പക്ഷെ ഡൈവേഴ്സിറ്റി ഉണ്ട്, പക്ഷെ യൂണിറ്റി ഇല്ല. അതെ, നമ്മുടെ ആൾക്കാരുടെ ഒരു യൂണിറ്റി ഇല്ല. മനസ്സിലായില്ലേ? നമ്മുടെ പണ്ടോട്ടെ ബ്രിട്ടീഷുകാർ നമ്മളെ ഡിവൈഡ് ചെയ്തിട്ട് റൂൾ ചെയ്തു. അത് കണക്കിന് ഇപ്പോഴത്തെ നമ്മുടെ രാഷ്ട്രീയക്കാരെ നമ്മളെ ഡിവൈഡ് ചെയ്ത് റൂൾ ചെയ്യുന്നു. ആൻഡ് വി ആർ നോട്ട് ടോക്കിംഗ് അബൌട്ട് റിലിജിയൻ ഓർ കാസ്റ്റ് കേട്ടോ, അതല്ല പറയണേ. നമ്മളെല്ലാവരും ഒന്നിച്ച് ഇറസ്പെക്റ്റീവ് ഓഫ് ഏത് റിലീജിയൻ ഓർ കാസ്റ്റ് നമ്മളെല്ലാവർക്കും ഒരു ചിന്ത വരണം, നമ്മുടെ രാജ്യം മുമ്പോട്ട് പോകണം. എന്നാൽ നമ്മുടെ രാജ്യം ഉണ്ടെങ്കിൽ നമ്മളുള്ള ആദ്യം ഒരു ബോധം വേണം. അപ്പോൾ നമ്മുടെ രാജ്യത്തിന്, നമ്മുടെ വീട് സൂക്ഷിക്കുന്ന കണക്ക് തന്നെ നമ്മുടെ രാജ്യത്തിനെ സൂക്ഷിക്കുക, വൃത്തിയാക്കി വെക്കുക. മനസ്സിലായില്ലേ? അപ്പോൾ എന്തും ചെയ്യുന്നതിന് മുമ്പേ നമ്മുടെ രാജ്യത്തെക്കുറിച്ച് ആലോചിച്ചിട്ട് നമ്മൾ ഓരോ പ്രവൃത്തികളിലേക്ക് നമ്മളൊരു യൂണിഫൈഡ് ഡിസിഷൻ അങ്ങനെ എടുത്താണ്ടല്ലോ നമ്മൾ അൺസ്റ്റോപ്പബിൾ ആയിരിക്കും. പിന്നെ നമ്മുടെ രാഷ്ട്രീയക്കാരും പറഞ്ഞ് മനസ്സിലായില്ലേ? നമ്മുടെ രാഷ്ട്രീയക്കാരും ഒരുപാട് മാറേണ്ട. അവർക്കൊരു ഞാൻ പറഞ്ഞില്ല, നമ്മുടെ രാഷ്ട്രീയക്കാർക്ക് ഒരു വിഷൻ വേണം. എന്തായിരിക്കണം ഇന്ത്യ ഒരു 50 വർഷം കഴിയുമ്പോൾ എവിടെ നിൽക്കണം? ഒരു വിഷൻ ഇല്ലാത്ത രാഷ്ട്രീയക്കാരെ ഇനി നമുക്ക് വെച്ച് പൊറപ്പിക്കേണ്ട ആവശ്യം. അങ്ങനെയുള്ളവർക്ക് ഇനി ഇന്ത്യ എന്ന് പറയുന്ന മഹാരാജ്യം ഒരു 5 ട്രില്യൺ എക്കോണമിയിലേക്ക് പോകുമ്പോൾ വിഷൻ ഇല്ലെങ്കിൽ ഇങ്ങനെ രാഷ്ട്രീയക്കാരെ കൊണ്ട് ഉപയോഗമില്ല. ഞാൻ ഒരു ചെറിയ എക്സാമ്പിൾ പറയാം. ഇന്നാളെ നമ്മുടെ കേരളത്തിൽ ഒരു രാഷ്ട്രീയക്കാരൻ പറഞ്ഞാണ്, നമ്മൾ വലിയ വലിയ റോഡ്സ് വരുന്നില്ല, അവിടെ സൈക്കിളുകാരും ഓട്ടോക്കാരും 2 വീലേഴ്സിന് എന്തുകൊണ്ട് കയറ്റി വിടുന്നില്ല? അവരുടെ യാത്ര എന്താ പറയുക, അവരുടെ യാത്രാ സ്വാതന്ത്ര്യം, ഫ്രീഡം ടു ട്രാവൽ, അതിനെയാണ് ഹനീകരിക്കുന്നത്. അപ്പം പക്ഷേ ഉണ്ടല്ലോ, ഈ പറയണ ആള് എന്താ ചെയ്യണേ അറിയോ? They are just manipulating us. എന്താന്ന് വെച്ചാല് ഈ പറയുന്ന ആർക്കും അറിയാം. അതെ, ഈ പറയുന്ന ഈ ഫാസ്റ്റ് ട്രാക്ക് ഇങ്ങനത്തെ വലിയ വലിയ ഹൈവേസ് വരുമ്പോൾ അവിടെ ഇങ്ങനത്തെ ചെറിയ വണ്ടികൾ വന്നു കഴിഞ്ഞാൽ അതിനല്ല സ്പീഡ്. ഇറ്റ്സ് ഓൺലി അബൌട്ട് സ്പീഡ്, അല്ലാതെ nothing to do with status. നമുക്ക് നല്ല ഫാസ്റ്റ്ലി പോകണം. നമുക്ക് ഫാസ്റ്റ് ആയിട്ട് പോയി സ്ഥലത്തുനിന്ന് ഒരു സ്ഥലത്ത് പോയിന്റ് A to point B എത്തണമെങ്കിൽ ഫാസ്റ്റ് സ്പീഡ് വേണം. അവിടെ ഈ ചെറിയ വണ്ടികൾ കയറി വന്ന് എന്തായിരിക്കും സ്ഥിതി? അപ്പോൾ അതിന് വേണ്ടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല സർവീസ് റോഡ് ഉണ്ടാക്കി കൊടുക്കുക. അവർക്കും ട്രാവൽ, അവർക്ക് അല്ല അവർ ട്രാവൽ ചെയ്യേണ്ടതെന്ന് എല്ലാവരും പറഞ്ഞു. അവർക്ക് വേണ്ടിയിട്ടുള്ള സർവീസ് റോഡ്സ് മര്യാദയ്ക്ക് ഉണ്ടാക്കി കൊടുക്കുക. അപ്പോൾ അത് ഇവിടെ മാത്രമല്ല, എല്ലായിടത്തും അങ്ങനെ തന്നെയാണ് ചെയ്യുക. വലിയ വലിയ എക്സ്പ്രസ് വേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ചെറിയ വണ്ടികൾ ഐ തിങ്ക് ഇപ്പോഴത്തെ ചില ആൾക്കാരുടെ പൊളിറ്റീഷ്യൻസ് അവരുടെയൊക്കെ വിചാരം
നമ്മുടെ നാട്ടുകാർക്ക് ഇതിനെ പറ്റിയിട്ടൊന്നും അറിവില്ലാന്ന്. എവ്രി വൺ ഇസ് നോളജബിൾ നൗ. ഇങ്ങനെയൊക്കെ പറയുമ്പോൾ യു ഷുഡ് അണ്ടർസ്റ്റാൻഡ്, ഇത് കേൾക്കുന്ന ആൾക്കാർക്കുള്ള ബേസിക് നോളജ് ഉണ്ട് ഇതൊക്കെ മനസ്സിലാക്കാൻ. ഇത് വെറുതെ ഒരു മാനിപ്പുലേഷൻ ആണെന്ന്. അല്ല, അപ്പോൾ നമ്മുടെ ഒരു അഭ്യർത്ഥന എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സിവിക് സെൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു പാഠ്യപദ്ധതിയുടെ ഭാഗമായിട്ട് ഇൻക്ലൂഡ് ചെയ്യുക. എങ്ങനെയാണ് പണ്ട് നമ്മൾ മറ്റേ ചുവപ്പ്, ഗ്രീന്, യെല്ലോ എന്തിനാണോ പഠിപ്പിക്കുമായിരുന്നത്, സിഗ്നൽസ്, മനസ്സിലായില്ലേ? ഇപ്പം അതിൽ നിന്നൊക്കെ മാറിയിട്ട് ഇപ്പോഴത്തെ കാലത്ത് എന്തൊക്കെയാണ് വേണ്ടത്, റോഡ് എങ്ങനെ മുറിച്ച് കിടക്കണം, സീബ്ര ലൈൻ എവിടെയാണ്, അതേ കൂടെ എങ്ങനെ മുറിച്ച്, ഇതൊക്കെ നമുക്ക് ഉണ്ട് കേട്ടോ. എന്നാലും പഠിപ്പിക്കുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. പിള്ളേരെങ്കിലും പഠിപ്പിക്കുക. ഇനി വരും ജനറേഷൻ നോളജും ഉണ്ട്, പക്ഷേ ഇംപ്ലിമെന്റേഷൻ, അഗൈൻ വി കം ബാക്ക് ടു ദ ഇംപ്ലിമെന്റേഷൻ. ഇനിയുള്ള ജനറേഷനിൽ ഇതൊക്കെ പറഞ്ഞു കൊടുക്കുക. സോ ദാറ്റ് അവർ വരുമ്പം ഇതൊക്കെ അവരെങ്കിലും ഒന്ന് ഫോളോ ചെയ്യട്ടെ. അതായത് നമ്മുടെ ലൈസൻസ്, നമ്മളിപ്പം നമ്മുടെ ഒരു മന്ത്രി ലൈസൻസ് ടെസ്റ്റുകൾ കുറച്ച് ടൈറ്റ് ആക്കിയപ്പോൾ തന്നെ, സ്ട്രിക്റ്റർ ആക്കിയപ്പോൾ തന്നെ അടുത്ത പ്രശ്നങ്ങൾ അറിയാം. പക്ഷേ സ്ട്രിക്റ്റർ അല്ല, നമ്മുടെ ആൾക്കാർക്ക് റൂൾസ് അറിഞ്ഞിരിക്കും. നമ്മുടെ ആൾക്കാർ തന്നെ പുറം രാജ്യങ്ങളിൽ പോയിട്ട് ഈ റൂൾസ് ഒക്കെ പഠിച്ചിട്ടല്ലേ ചെയ്യുന്നത്. അവരെങ്ങനെയാണ് കറക്റ്റായിട്ട് സിഗ്നൽ പോയിന്റിന്റെ ഇപ്പുറത്ത് വന്നിട്ട് അവർ നിർത്താൻ അറിയാം. അവർക്ക് സീബ്ര ക്രോസിംഗിൽ ലൈൻ ട്രാഫിക് മെയിൻറ്റെയിൻ ചെയ്ത് ഇതൊക്കെ നമ്മുടെ ആൾക്കാരല്ലേ ചെയ്യുന്നത്. അപ്പൊ ചെയ്യാൻ പറ്റാഞ്ഞിട്ടല്ല, പക്ഷേ എന്ത് വേണമെങ്കിലും നടക്കാം. കുത്തിക്കയറ്റാൻ വണ്ടികൾ. ഇങ്ങനെയാണ് നമ്മളൊരു ഒരു സിവിലൈസ്ഡ് സൊസൈറ്റി. നമ്മളെല്ലാ പ്രാവശ്യവും നമ്മൾ കുറെ എല്ലാ ഡ്രസ്സൊക്കെ ഇട്ട് കുറിയും തൊട്ട് അല്ലെങ്കിൽ പള്ളിയിൽ പോയി ജീവിച്ചുകൊണ്ട് സിവിലൈസ്ഡ് ആവില്ല. ഇതൊരു സൊസൈറ്റിയാണ്. ഈ ഒരു സൊസൈറ്റി ജീവിക്കണമെങ്കിൽ ഫസ്റ്റ് തിങ്, എല്ലാത്തിനുപരി നമുക്ക് വേണ്ടിയത് സിവിലൈസ്ഡ് ആവുക. എന്നാലും ഒരു സിവിലൈസേഷൻ ആണെങ്കിൽ മാത്രമേ നമ്മുടെ രാജ്യം മുന്നോട്ട് പുരോഗമിക്കുകയുള്ളൂ. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മുടെ ഭരണകർത്താക്കൾക്കും നമുക്കും ബോധം ഉണ്ടാവട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സോ നമ്മൾ തേർഡ് വേൾഡ് കൺട്രിയാണ്, സമ്മതിച്ചു. ബട്ട് വി ആർ ഓൺ ദ റൈറ്റ് ട്രാക്ക്. ആൻഡ് നമ്മുടെ കേപ്പബിൾ ആയിട്ടുള്ള ലീഡേഴ്സിന്റെ ഒക്കെ വിഷൻ നമ്മളത് കറക്റ്റായിട്ട് എക്സിക്യൂട്ടഡ് ആവണമെങ്കിൽ വി ഷുഡ് സ്റ്റാർട്ട് അറ്റ് ദ ഗ്രാസ് റൂട്ട് ലെവൽ. അതെ, നമ്മുടെ ആൾക്കാർക്ക് ബോധം വേണം. ഫസ്റ്റ് ഓഫ് ഓൾ അത് ബോധവൽക്കരിക്കേണ്ടത് നമ്മുടെ ഇവിടുത്തെ ഗവൺമെൻറ്റുകൾ തന്നെയാണ്. ഇപ്പോൾ നമ്മുടെ ലൈസൻസ് സംവിധാനം അറിയാലോ. ഈ കേരളത്തിൽ പിന്നെയും കുറച്ചൊക്കെ ലൈസൻസിന് വേണ്ടി അവർ കുറേ നോക്കിയിട്ടും ഓടിക്കണം എന്നൊക്കെ നോക്കിയിട്ടൊക്കെയാണ് കൊടുക്കുന്നത്. പക്ഷേ നമ്മൾ ഇന്ത്യ വിട്ടും കൂടെ പുറത്തേക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ വണ്ടി എങ്ങനെ ഓടിക്കേണ്ടതെന്ന് പോലും അറിഞ്ഞോളൂ. ഒരു ബേസിക് സേഫ്റ്റി നോംസ് പോലും ഇല്ല എന്നുള്ളതാണ്. കേരളം വിട്ട് പുറത്ത് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു വണ്ടികളൊന്നും പറയാൻ പറ്റത്തില്ല. ഒരു 4 ചക്രവും വെച്ചിട്ട് അതിന്റെ മുകളിൽ 2 പലക അടിച്ച് അതിന്റെ മുകളിൽ സീറ്റും വെച്ചിട്ട് മറ്റേ ഇഞ്ചിൻ ഏതെങ്കിലും മോട്ടറും വെച്ചിട്ട് ഓടിച്ചു പോകുന്ന വണ്ടിയാണ്. അതാണ് ഈ 6 ലൈനിൽ കൂടെ ഓടുന്നതെന്ന് ഓർക്കണം. ഇങ്ങനെയുള്ള സാധനങ്ങൾ. അപ്പൊ ഇതൊക്കെ മാറണമെങ്കിൽ നമ്മൾ ജനങ്ങളെ ബോധവൽക്കരിച്ച് നമ്മൾ സ്ട്രിക്റ്റർ ഇംപ്ലിമെന്റേഷൻസ് വേണം. നമ്മുടെ രാജ്യത്ത് ഇഷ്ടംപോലെ റൂൾസ് ഉണ്ട്. നമ്മുടെ രാജ്യത്തിന് എല്ലാ തൊട്ടനും പിടിച്ചതിനൊക്കെ റൂൾസ് ഉണ്ട്. പക്ഷെ ഇതൊന്നും ഇംപ്ലിമെന്റഡ് ആവുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതിനൊക്കെ ഒരു പ്രോപ്പറായിട്ട് ഇംപ്ലിമെന്റ് ചെയ്യുക, നമ്മുടെ സിവിക് സെൻസ് വളർത്തിക്കൊണ്ട് വരിക. ഒരു ട്രെയിനിലാണെങ്കിൽ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ ഭക്ഷണം കഴിച്ച് താഴെയിടാണ്ടിരിക്കുക. അതിനൊക്കെ വാഷ്റൂംസ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പ്ലീസ് അവിടെ വെള്ളം ഉണ്ടെങ്കിൽ അത് വെച്ച് ക്ലീൻ ചെയ്യുക. ക്ലീൻ ഇട്ട് ആൻഡ് കീപ്പ് അതേഴ്സ്, വരുന്ന ആൾക്കാർക്ക് അത് ബുദ്ധിമുട്ടുണ്ടാക്കാണ്ടിരിക്കുക. അങ്ങനെ ഈ ബോധപൂർവ്വം കീപ് പീപ്പിൾ ഫോർ ക്ലീനിങ്. സാനിറ്റേഷന്റെ ആവശ്യത്തിന് ആൾക്കാരെ വെക്കൂ. എത്രയോ ആൾക്കാര് ജോലിയില്ലാണ്ട് നിൽക്കുന്നുണ്ട്. ഇതിപ്പോ നമ്മള് ഗവൺമെന്റും നമ്മളും കൂടെ വിചാരിച്ചാൽ മാത്രമേ ഈ കാര്യങ്ങൾ എല്ലായിടത്തും എങ്ങനെയാണ് വൃത്തിയായിട്ട് മുന്നോട്ട് പോകുള്ളൂ. എന്നാൽ മാത്രമേ നമ്മുടെ രാജ്യം ഈ പറഞ്ഞ പുരോഗതിയിലേക്ക് കുതിക്കുകയുള്ളൂ. 5 ട്രില്യൺ എക്കോണമി, അതൊക്കെ സത്യമാണ്. നമ്മൾ ഇന്ത്യ കണ്ടമാനം ജോബ് ഓപ്പർച്യൂണിറ്റീസ് വരുന്നുണ്ട്. ഇന്ത്യ കുതിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ ബേസിക് നമ്മുടെ ഗ്രാസ് റൂട്ട് ലെവലിൽ നമ്മൾ ശരിയാക്കാണ്ട് നമ്മൾ വെറുതെ റോഡ്സും മറ്റേ ഫാസ്റ്റ് ട്രെയിൻസും ഒന്നും ഉണ്ടാക്കിയിട്ട് കാര്യമില്ല. അതാണ് ഞങ്ങളുടെ ഇന്നത്തെ തോട്ട്. നിങ്ങളുടെ കമൻസ് എന്താണെന്നുള്ളത് നമ്മുടെ അടുത്ത് ഷെയർ ചെയ്യുക. അപ്പം ഇനി വേറെ ടോപ്പിക്കുമായിട്ട് നമുക്ക് അടുത്ത ആഴ്ച കാണാം. ടേക്ക് കെയർ. ബൈ.